ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും സകല വിശുദ്ധരോടും സകല മലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരണം എൻ്റെ വിജയം എനിക്ക് ഉറപ്പ് നൽകുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ദിനങ്ങളെ ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ട ശക്തിയും കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നത് ചെയ്യാൻ വേണ്ട ധൈര്യവും ശക്തിദായകമായ ഈ അപ്പം എനിക്ക് നൽകുന്നു. എന്നിലുള്ള ധൈര്യവും ശക്തിയും എൻ്റേതല്ല, പിന്നെയോ ദിവ്യകാരുണ്യത്തിലൂടെ എന്നിൽ വസിക്കുന്നവൻ്റേതാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 91-ാമത്തെ സന്ദേശം. വിശുദ്ധ കുർബാന സ്വീകരണം എൻ്റെ വിജയം എനിക്ക് ഉറപ്പ് നൽകുന്നു. എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്ന കർത്താവിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഇത് പറഞ്ഞ് ആ കർത്താവ് ദിവ്യകാരുണ്യത്തിലൂടെ എന്നോട് ഒന്നായിത്തീരുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, വിശുദ്ധ കുർബാന സ്വീകരണം എൻ്റെ വിജയം എനിക്ക് ഉറപ്പ് നൽകുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ദിനങ്ങളെ ഞാൻ ഭയപ്പെടുന്നു. ഈ ലോകത്തിൽ ഒറ്റയ്ക്കായിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരോടും കൂടെയായിരിക്കുവാൻ, ഏത് മനുഷ്യനും തള്ളിപ്പറയുന്നവനോട് കൂടെയായിരിക്കുവാൻ, കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്ന ജീവിത പങ്കാളി പോലും ഉപേക്ഷിച്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ വിരസമായ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ എല്ലാവരും കൂടെ ഉണ്ടെങ്കിലും വിരസമായിട്ട് ജീവിതം മുന്നോട്ട് തള്ളി നീക്കേണ്ടി വരുമ്പോൾ, കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നവർ പോലും തള്ളിപ്പറയുന്ന സാഹചര്യത്തിലും, ആർക്കും കൂടെ നിൽക്കാൻ സാധിക്കാതെ ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ സാഹചര്യങ്ങളായിരിക്കുമ്പോഴും, രോഗശയ്യയിൽ വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ പോലും, മരണത്തിൻ്റെ നിമിഷത്തിൽ ഏകനായിട്ട് മരണത്തെ അഭിമുഖീകരിക്കേണ്ട നിമിഷത്തിൽ പോലും, ഏറ്റവും കഠിനമായ വേദനയിൽ ഒരു മനുഷ്യനോട് പോലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു മനുഷ്യനും മനസ്സിലാക്കാത്ത രീതിയിൽ ഞാൻ മുറിവേൽക്കുന്നവനും ഭാരം വഹിക്കുന്നവനുമായി കാണപ്പെടുമ്പോഴും അവൻ ഇമ്മാനുവേലാണ്, കൂടെ വസിക്കുന്നവനാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ദിനങ്ങളെ ഞാൻ ഭയപ്പെടുന്നു. എൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ട ശക്തിയും കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നത് ചെയ്യാൻ വേണ്ട ധൈര്യവും ശക്തിദായകമായ ഈ അപ്പം എനിക്ക് നൽകുന്നു. എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നിൻ്റെയും കുറവില്ല. കർത്താവായ യേശു കൂടെയുള്ളവൻ മഹാസമ്പന്നൻ. കാരണം അവനോടൊപ്പം എല്ലാം അവനിലൂടെ അവന് സ്വന്തമാണ്. ഈ അപ്പം എന്നിലുള്ള ധൈര്യവും ശക്തിയും എൻ്റേതല്ല, പിന്നെയോ ദിവ്യകാരുണ്യത്തിലൂടെ എന്നിൽ വസിക്കുന്നവൻ്റേതാണ്. ഞാനല്ലാതായി തീർന്ന് ഞാൻ അവനായി തീരുമ്പോൾ, അവന് വേണ്ടി എൻ്റെതെല്ലാം ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ, അവന് മുമ്പിൽ ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യുന്നതിന് വേണ്ടി എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ, ഞാൻ പൂർണ്ണമായിട്ട് അവനിൽ ശരണപ്പെടുമ്പോൾ, അവനുള്ളതെല്ലാം എൻ്റേതാണ്. എൻ്റെ ധൈര്യം പിന്നെ അവൻ്റെ ധൈര്യമാണ്, എൻ്റെ ശക്തി പിന്നെ അവൻ്റെ ശക്തിയാണ്, എനിക്ക് ഉള്ള ആനന്ദം പിന്നെ അവൻ തന്നെയാണ്, ആർക്കും മാറ്റുവാൻ പറ്റാത്ത ആനന്ദം. എന്നിലെ സമാധാനം അവൻ തന്നെയാണ്, ആർക്കും എടുത്തു മാറ്റുവാൻ പറ്റാത്ത സമാധാനം. എൻ്റെ സന്തോഷത്തിൻ്റെ പൂർണ്ണത എൻ്റെ ദൈവം, എൻ്റെ പിതാവ് തന്നെയാണ്. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.